രാജീവ് ഗാന്ധി അനുസ്മരണത്തിലേക്ക് ആന്റണി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ജീവിതത്തിനിടയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും പിടിച്ചുലച്ച രണ്ട് രക്തസാക്ഷിത്വങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഒന്ന് പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം. അന്ന് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ജനറൽ സെക്രട്ടറിയാണ്. മറ്റത് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. അന്ന് ഞാൻ ഡൽഹിയിലില്ല. പാർലമെന്റ് ഇലക്ഷന്റെ തയ്യാറെടുപ്പുമായി രാത്രി വൈകിയും KPC ഓഫീസിലെ പഴയ പ്രസിഡന്റ് റൂമിൽ ഞാൻ കഴിയുകയാണ്. അപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ വാർത്ത കേട്ടത്. അവിടെ തന്നെ ഞങ്ങൾക്ക് ഡൽഹിക്ക് പോയിട്ട് വന്നു. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ രാജീവ് ഗാന്ധിയുടെ അത്രയും മനുഷ്യസ്നേഹിയായിട്ടുള്ള ജീവകാരുണ്യ മനോഭാവമുള്ള മറ്റൊരു നേതാവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാതിയില്ല, മതമില്ല, പ്രദേശമില്ല, രാഷ്ട്രീയമില്ല. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ, വേദനിക്കുന്നവരെ സഹായിക്കാൻ, രോഗികളെ സഹായിക്കാൻ, വീട്ടിലാത്തവരെ സഹായിക്കാൻ അദ്ദേഹം കാണിച്ചത്ര താല്പര്യം മറ്റൊരാൾ കാണിച്ചതായി എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ 3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചു. അതിനു മുമ്പ് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ അദ്ദേഹവും ഞാനും ജനറൽ സെക്രട്ടറിമാരായി തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള റൂമുകളിൽ പ്രവർത്തിക്കുകയുണ്ടായി. എൻ്റെ സുഹൃത്തുക്കൾക്ക് പലർക്കും ഡൽഹി യാത്ര വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് ഡൽഹിയിൽ പോകാനേ മടിയാണ്. അടിയന്തരമായ യോഗത്തിൽ പോകണമെങ്കിലും വൈകുന്നേരം ഞാൻ തിരിച്ചെത്തും, KPC പ്രസിഡന്റായിരിക്കും. അങ്ങനെ ഡൽഹിയെ ഇഷ്ടപ്പെടാതിരുന്ന എന്നെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത് രാജീവ് ഗാന്ധിയാണ്. KPC പ്രസിഡന്റ് സ്ഥാനമെല്ലാം കഴിഞ്ഞ് കോൺഗ്രസ് ലയനം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് എറണാകുളത്തെ എൻ്റെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് രാജീവ് ഗാന്ധിയുടെ ടെലിഫോൺ വരും. ആദ്യം വരണ്ടകരണമാണ് ഫോണിൽ വന്നത്. രാജീവിന് സംസാരിക്കാനൊന്നും ഫോൺ കൊടുത്തു. എന്നോട് പറഞ്ഞു, അടിയന്തരമായി ഡൽഹി വരണം. ഞാൻ പറഞ്ഞു, ഞാൻ 3-4 ദിവസം കഴിഞ്ഞ് വരാൻ പറ്റില്ല, അടിയന്തരമായി വരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഡൽഹിക്ക് ചെന്നു. കേരള ചെന്ന് താമസിച്ചതിന് ശേഷം രാവിലെ വിളിച്ചു. ഉടൻ തന്നെ വരാൻ പറഞ്ഞു. അവിടുന്ന് ടാക്സി എടുത്ത് 1-ാം നമ്പർ സബ്ജക്റ്റിലേക്ക് രാജീവ് ഗാന്ധിയെ കണ്ടു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. എന്നെ നേരെ ഊട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്ത മുറിയിലെ പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ മുറിയിലേക്കാണ്. ഇന്ദിരാഗാന്ധി എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കണം. അങ്ങനെ ഇന്ദിരാഗാന്ധി തന്നെ അന്ന് എന്നെ ജനറൽ സെക്രട്ടറി ആയി നിയമിച്ചു. അപ്പൊ എന്നെ ഡൽഹിക്കാരനാക്കി മാറ്റിയത് രാജീവ് ഗാന്ധിയാണ്. പിന്നെ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്തിന് ശേഷം 3 വർഷക്കാലത്തോളം രാജീവ് ഗാന്ധിയുടെ കൂടെ ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചു. ഇന്ത്യ ഒട്ടുക്ക് എത്ര സംസ്ഥാനങ്ങൾ അദ്ദേഹത്തോട് തന്നെ എനിക്കറിയത്തില്ല. സുധാകരൻ പറഞ്ഞ പോലെ